42-ാം ഓവറിലാണ് ഒരു സിംഗിൾ നേടിയെടുത്ത് ജമീമ തന്റെ വ്യക്തിഗത സ്കോർ 3 അക്കം തൊടുന്നത്. ലോകവേദിയിലെ കൊലകൊമ്പന്മാരായ മൈറ്റി ഓസീസിനെതിരെ, അതും ഒരു നോക്കൌട്ട് മത്സരത്തിൽ നേടിയ ആ നിർണായക സെഞ്ചുറി അപ്പോൾ ഡഗൌട്ടും ഗാലറിയും മറന്ന് ആഘോഷിക്കുകയാണ്. എന്നാൽ ജമീമ മാത്രം ഒരു കൈ പോലും ഉയർത്തിയിട്ടുണ്ടായിരുന്നില്ല. സ്കോർ ബോർഡ് അപ്പോൾ 4-ന് 264 റൺസ് എന്ന നിലയിലാണ്. വിജയത്തിലേക്ക് അപ്പോഴും വേണം 50 പന്തിൽ 70 റൺസ്. വിജയ റൺസും നേടി ഇന്ത്യക്ക് ഫൈനൽ ബർത്തും നേടി നൽകിയിട്ടേ താൻ ആഘോഷിക്കൂ എന്നവൾ മനസ്സിലുറപ്പിച്ചു. ചെളി പുരണ്ട ജേഴ്സിയിൽ പലതവണ ക്രീസിൽ തല കുമ്പിട്ട് തളർന്നു നിൽക്കുന്ന ജമീമയെ കാണുന്നുണ്ടായിരുന്നു അവസാന ഓവറുകളിൽ. അവസാന മണിക്കൂറിൽ ശരീരം തീർത്തും തളർന്നു പോയെന്നും ഊർജം വീണ്ടെടുക്കാൻ ബൈബിൾ വചനം ഉരുവിട്ടുകൊണ്ടിരുന്നുവെന്നും ജമീമ മത്സരത്തിന് ശേഷം പറഞ്ഞു. നീ അവിടെ നിന്നുകൊള്ളുക, നിനക്കും നിനക്ക് ചുറ്റുമുള്ളവർക്കും വേണ്ടി ദൈവം പ്രവർത്തിക്കും. അതായിരുന്നു അത്രേ ആ ബൈബിൾ വചനം. ശരിക്കും ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് മുമ്പിൽ ദൈവമായി അവതരിക്കുകയായിരുന്നു ജമീമ. മത്സരത്തിന് മുൻപും ഓസീസിന്റെ ആദ്യ ബാറ്റിംഗിന് ശേഷവും ഏതാണ്ട് എല്ലാവരും ഇന്ത്യൻ വനിതകളുടെ തോൽവി ഉറപ്പിച്ചവരായിരുന്നു. ഈ ലോകകപ്പിലെന്ന് മാത്രമല്ല, കഴിഞ്ഞ 15 ലോകകപ്പ് മാച്ചുകളിൽ തോൽക്കാത്തവരായിരുന്നു ഓസീസ്. ആകെ നടന്ന 12 ഏകദിന ലോകകപ്പുകളിൽ 7 തവണ കിരീടം നേടിയതും അവരാണ്. പോരാത്തതിന് വിമൻസ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഒരിക്കലും ഭേദിക്കാത്ത ടോട്ടലാണ് അവർ ഇന്ത്യക്ക് മുന്നിൽ വെച്ചു നീട്ടിയത്. മറുപടി ബാറ്റിംഗിലാവട്ടെ, സ്മൃതി മന്ദാനയുടെയും ഷെഫാലി വർമ്മയുടെയും വിക്കറ്റുകൾ ആദ്യത്തിൽ തന്നെ ഇന്ത്യക്ക് നഷ്ടമായിരുന്നു. എന്നാൽ പിന്നീട് ഒരു ഐതിഹാസിക പോരാട്ടത്തിനാണ് നവി മുംബൈ സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ 3 മത്സരങ്ങൾ തോറ്റ, ജയിക്കാവുന്ന മത്സരം പടിക്കൽ വെച്ച് കലമുടച്ച് കളയുന്ന പെൺപടയെ അല്ല പിന്നീട് കണ്ടത്. 89 റൺസ് എടുത്ത ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറും ശേഷം വന്ന് കമിയോ കളിച്ച ദീപ്തി ശർമ്മയും റിച്ച ഘോഷും അമൻജോത് കൗറും ജമീമക്കൊപ്പം തന്നെ ഈ വിജയത്തിന്റെ പങ്കാളികളാണ്. ഇന്ത്യയുടെ വിജയശേഷം ഡഗൌട്ടിലും മൈതാനത്തും കണ്ട ഇമോഷണൽ കാഴ്ചകൾ അവരത് എത്ര അർഹിച്ചിരുന്നു എന്നത് കൂടെയാണ് കാണിക്കുന്നത്. തലമുറകളായി ടീം മാറി വരുമ്പോഴും മെൻസ് ക്രിക്കറ്റിലേതുപോലെ തന്നെ വലിയ പേരുകൾ ഉണ്ടാകാറുള്ള ടീമാണ് വിമൻസ് ടീമും. എന്നാൽ ഒരു ഫോർമാറ്റിലും ഒരു ലോക കിരീടത്തിൽ മുത്തമിടാൻ അവർക്കായിട്ടില്ല. നവംബർ 2-ന് സൗത്ത് ആഫ്രിക്കയുമായുള്ള കലാശപ്പോരിനൊടുവിൽ അത് സംഭവിക്കുമോ? മൈറ്റി ഓസീസിനെ തകർത്തുവിട്ട ഇന്ത്യൻ വനിതകൾ അത് അർഹിക്കുന്നുണ്ട്.